ഒറ്റനോട്ടത്തിൽ ഞാൻ വിചാരിച്ചത് ക്യാരറ്റിന്റെ ആ ഒരു ജ്യൂസാണ്. പക്ഷെ സാധനം അതല്ലേന്നു ഈ ഒരു സാധനം. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് ഓരോരുത്തർ. ഇത് കാണാനുള്ള ഭംഗി തന്നെ ഉള്ളൂ, ഇത് കഴിക്കാനൊരു ടേസ്റ്റ് ഇല്ല, കയ്പ്പാണ്, വേറെ ചവർപ്പാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കേണ്ട ശരിയായ രീതി അറിയാത്തത് കൊണ്ട് പറ്റിപ്പോയതായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യം എല്ലാവർക്കും. ഇതിന്റെ പേരാണ് ഗാക്ക് ഫ്രൂട്ട്. അപ്പൊ ഇത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കിത് തന്ന ആള് കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ മുറിക്കാം. ഇതിന്റെ ഉള്ളത്തെ ജെല്ല് പോലുള്ള ഈ ഒരു സീഡാണ് എടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഫ്ലഷ് ഉണ്ടാവും. ഇത് കൂട്ടിയാലാണ് ഇതിന്റെ ടേസ്റ്റ് മാറുക, അതായത് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയി മാറും അത്ര. അപ്പൊ ഇങ്ങനെ എടുത്ത ഈ കുരുവിനെ ഫ്രീസറിൽ കൊണ്ടുവച്ചാല് ഇതിന്റെ പുറം ഭാഗത്തുള്ള ചുവപ്പ് പൾപ്പ് പെട്ടെന്ന് എടുക്കാന്നാണ് ആള് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ ഇതാ കിട്ടാവുന്നിടത്തോളം പൾപ്പ് നമ്മൾ എടുത്തതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തിളപ്പിക്കാൻ വേണ്ടിട്ട് ഇതാ ഗ്യാസ് കത്തി നിൽക്കുന്നുണ്ട്. ഞാൻ അടുപ്പത്തിച്ചെടുക്കട്ടെ. അങ്ങനെ ഇതാ തിളച്ചു മറിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി നന്നായിട്ടുണ്ട് തണുപ്പിച്ചെടുക്കാം. നമ്മളെ ഗാക്ക് ഫ്രൂട്ടിന്റെ ആ ഒരു ജെല്ലും റെഡി ആയിട്ടുണ്ട്, തണുത്തൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഞാൻ 2-3 ഏലക്കായ കൂട്ടിയിട്ട് അടിച്ചത് അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടും കൂടി ഒരുമിച്ചിട്ട് അടിച്ചിട്ട് ജ്യൂസാക്കി മാറ്റാം. നമ്മൾ മധുരത്തിന് പഞ്ചസാര ചേർക്കട്ടെ. വീണ്ടും അടിക്കാണ്. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയും ഇഷ്ടപ്പെട്ടു. ഞാനത് കുടിക്കുന്ന ഒരു സമയത്ത് അങ്ങനത്തെ സാധനം നമുക്ക് തോന്നേ ഇല്ല. എന്താ സാധനം കൂടി മനസ്സിലാവും, ഒരു ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ വരും. അപ്പൊ നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. ഈ രീതിക്ക് ഉണ്ടാക്കിയാലെന്നാണ് ആള് പറഞ്ഞത്. ടേസ്റ്റ് ഉണ്ട്. അതെ.